ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് തന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ആ, ഒന്നു പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാ ബാലേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. ആ പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടിപൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? പിടിച്ചോ, എത്ര വേണമെങ്കിലും പിടിച്ചോ. ഏയ്, കല്യാണത്തിന്റെ കഥ നാട്ടുകാർ പറഞ്ഞാൽ നീ തന്നെ ഉണ്ടാക്കി പറഞ്ഞു. അശ്വതി, ഏയ് അശ്വതി, നിങ്ങൾക്ക് എന്ത് വേണം? ഇങ്ങനെ നോക്കി നിൽക്കാൻ നാണല്ലേ മനുഷ്യ? താൻ ആരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും. പോരെ? ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം. അയ്യോ മോളെ, എന്താ ഇത്? ആരാടാ നീ? മോളെ ആരാണെന്ന് വളർത്തുമ്പോ നേരെ മണ്ണം വളർത്തിക്കോണം. നായ്ക്ക് ഭ്രാന്തി വന്ന വെടിവെച്ച് കൊല്ലാം. ഈ പ്രായത്തിൽ പെൺപിള്ളേർക്ക് ഭ്രാന്ത് വന്നാലേ ആണുങ്ങളുടെ കൈ ധരിച്ചെന്ന് വരും. എന്റെ മോളെ കുറിച്ച് പറയാൻ നീ ആരാടാ? എന്റെ മോനാകെ മരുമകനോ? ഞാൻ പറയട്ടെ, നീ ഒന്നും പറയണ്ട. നീ ആരാടാ പട്ടി? ഞാൻ പറഞ്ഞില്ലേ കുറെ നേരം ആരടാ നിന്റെ പ്രസംഗം തുടങ്ങിയിട്ട്? ഇവളെ നടു റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ടാ നീ ആരടാ പുല്ലേ? അവനെ കൊണ്ട് ഞാൻ പറയുക. എന്റെ അശ്വതിത്തോടാ, നീ ആരാ? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. നീ ആരാ? അകത്ത് പോ. പറഞ്ഞത് കൊല്ലൂടാ. പിടിച്ചു മാറ്റോ. എല്ലാ ദൈവങ്ങളുടെയും കാല് പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. ഏതോ ഒരുത്തിനവനെ തല്ലുന്ന കണ്ടിട്ട് നോക്കി നിൽക്കാവോടാ പട്ടികളെ, അടിച്ചു കൊല്ലടാവനെ. അടിയടാ. ഒറ്റനോട്ടത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ പെങ്ങളാന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു.
ഒരു ചേട്ടന് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ എന്റെ പെങ്ങളെ വളർത്തിയത്. പക്ഷേ അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി. അന്നു മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മള് വലുതായി ചാവുന്ന വരെ ഇത് മായില്ലത്രേ. ഇനി മേലെ നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. അച്ഛൻ എന്നോട് വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു. ഞാൻ പോവാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അശ്വതിയെ കാണാൻ ഞാൻ വരും. ബാലേട്ട വരുന്ന നോക്കി ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കും. എന്റെ പേര് കഴിയുന്നവൻ ആരായി? ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇപ്പൊ തന്നെ അച്ഛനോട് തുറന്നു പറയണം, അച്ഛന്റെ മകൻ ഞാനാണെന്ന്. എന്താ? ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. നിന്റെ അച്ഛനെ കാണാൻ എവിടാണോ വരുന്നത്? വേറെ എവിടെ പോകാൻ? ഞാൻ സ്കൂളിൽ പോകുമ്പോ താഴത്തെ ഈ പുഴ വരെ അച്ഛൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. പാലമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ കടത്താറുള്ളത്. അച്ഛൻ ഓർമ്മയുണ്ടോ എന്തോ? പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല, ഒന്നും. അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല. അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വിരൽ മുറിച്ചു. ചോര കണ്ട് എന്റെ പെങ്ങള് ബോധം കെട്ടു വീണു. സൂക്ഷിച്ചു നോക്കി, ഞാൻ ബാലനാണ്, അച്ഛന്റെ മോൻ. നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് അവൾ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാനാ. എങ്ങു നിന്നോ വന്നൊരുത്തൻ അച്ഛന്റെ മകനായതും അവന്റെ നെഞ്ചിൽ കിടന്ന അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല അച്ഛാ. അച്ഛൻ ഇനിയും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം. എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അവൻ കള്ളനാണ്. ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരും ചതിക്കുകയാണ് അച്ഛാ. അച്ഛൻ എന്താ ഇത്? മാറി നിൽക്കണം. ഈ നിൽക്കുന്ന ആരാന്ന് നിനക്കറിയോ? ഇനി സത്യം പറ, നീ എന്റെ ബാലനാണോ? അതെ, ഞാൻ നിർത്ത്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാവോ?
കഴിയുന്നില്ലല്ലേ? കഴിയില്ല. അച്ഛാ. വേണ്ട വേണ്ട, നീ കള്ളനാ. ഇതാ എന്റെ മോൻ എന്നെ കാണാൻ വന്നിരിക്കുന്നു. അശ്വതി, ഇവൻ നിന്റെ ബാലനല്ല. പറ, എന്റെ ബാലേട്ടനാണോ? പറ, എന്റെ ബാലേട്ടനാണോ? പറയാൻ, എന്റെ ബാലേട്ടനാണോ? അല്ല, ഞാൻ നിന്റെ ബാലേട്ടനല്ല. മോളെ അവിടെ നിൽക്കും മോളെ. അശ്വതി, നീ എങ്ങനെയാ പോണേ മോളെ? മോളെ, അശ്വതി, മോളെ അശ്വതി, മോളെ മോളെ, അശ്വതി, അശ്വതി. അശ്വതി മോളെ അവിടെ നിൽക്കും മോളെ. മോളെ, അശ്വതി, അവിടെ നിൽക്കണ്ട. അശ്വതി. ഇല്ല, പാടില്ല. ഒരുപക്ഷെ എന്റെ അശ്വതിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവൻ ആരാണെന്ന് അറിയുന്നതുവരെ ഈ സത്യം എന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ. എന്റെ ദൈവമേ, പുഴയെ വെള്ളം കാണണേ. ഇവിടെ വന്ന് കിടക്കുകയാണല്ലേ? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത്. എന്റെ ഒരു സമയദോഷം. വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു. താൻ കാരണം അത് ഇല്ലാണ്ടായി. അവർ പറഞ്ഞ എന്താണെന്നറിയോ? ഞാനൊരു വീടനെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നതെന്ന്. താൻ ഇപ്പൊ സത്യം പറയണം. എന്താ നിന്റെ പേര്? ബാബു. എവിടെ നിന്ന് വരുന്നു? കുറച്ച് ദൂരെന്നാ. സത്യം പറ. താൻ മോഷ്ടാവോ, കൊലയാളിയോ, അതോ സ്മഗ്ലറോ? ഇവിടെ ആര് തിരക്കി വന്നു? ഞാനൊരു പ്രഭാവതിയമ്മയെ തിരക്കി വന്നതാ. ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാവതി അമ്മയല്ലേ ഉള്ളൂ? അതെന്റെ അമ്മയാണല്ലോ. അവരെ തന്നെയാ. എന്റെ അമ്മ